നമ്മൾ ഫോറിയർ സീരീസ് പറയുന്നതിന് മുമ്പ് ഒരു ട്രിഗ്നോമെട്രിക് സിസ്റ്റം എന്താണെന്ന് പറയാം. ഇപ്പോൾ ട്രിഗ്നോമെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ച് ഈ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആണ്. 1 sin x, cos x, sin 2x, cos 2x, etc. sin nx, cos nx. ഇങ്ങനെ പോകുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ട്രിഗ്നോമെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റത്തിന് നമ്മൾ ട്രിഗ്നോമെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ -π എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഓർത്തോഗണലായിരിക്കും. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദിസ് ട്രിഗ്നോമെട്രിക് സിസ്റ്റം ഈസ് ഓർത്തോഗണൽ ഇൻ ദ ഇന്റർവെൽ -π. ഓക്കെ, അപ്പോൾ ഈ 1 sin x, cos x, sin 2x, cos 2x, etc. ഈ സിസ്റ്റത്തെ നമ്മൾ ട്രിഗ്നോമെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ട്രിഗ്നോമെട്രിക് സിസ്റ്റം എന്തായിരിക്കും? -π എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഓർത്തോഗണലായിരിക്കും. പിന്നെ ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻസിന് സിസ്റ്റം ആയതുകൊണ്ട് എന്താ പറയുക, ഏത് ഇന്റർവെൽ 2π ലെങ്ത് ഉള്ള ഏത് ഇന്റർവെല്ലിലും ഇത് 2π ഏത് പീരിയോഡിക് ഓർത്തോഗണലായിരിക്കും. ഫോർ എനി ഇന്റർവെൽ ഓഫ് 2π. അപ്പൊ എന്താ പറഞ്ഞേ, ഈ 1 sin x, cos x, sin 2x, cos 2x ഈ സിസ്റ്റത്തിനാണ് നമ്മൾ ട്രിഗ്നോമെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ട്രിഗ്നോമെട്രിക് സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദ സിസ്റ്റം ഈസ് ഓർത്തോഗണൽ ഇൻ ദ ഇന്റർവെൽ -π. ഓക്കെ, അപ്പോൾ പീരിയോഡിസിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയാം, -π ഓർത്തോഗണൽ ആണെങ്കിൽ 2π ലെങ്തുള്ള ഏത് ഇന്റർവെൽ പോലും നമുക്കത് ഓർത്തോഗണലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഓർത്തോഗണൽ എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏത് രണ്ട് ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർത്തോഗണൽ എന്താണെന്ന് പറയുകയാണ്, ഇതിന്റെ ഏത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എടുത്താലും അതിന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിനെ -π to π ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് 0 ആയിരിക്കും. അതാണ് ഓർത്തോഗണലിന്റെ മീനിങ്. ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് ഓർത്തോഗണലാണെന്ന് പറയണമെങ്കിൽ എന്താ ചെയ്യുക, ആ രണ്ട് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിനെ -π ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ഇന്റഗ്രൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതായത് ഇന്റഗ്രൽ -π to π sin x, cos x 0 ആയിരിക്കും. ഇന്റഗ്രൽ -π to π sin x, sin 2x 0 ആയിരിക്കും. അങ്ങനെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളെ സിസ്റ്റത്തിന്റെ ഓർത്തോഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ സിസ്റ്റം ഓർത്തോഗണൽ ആയതുകൊണ്ട് നമുക്ക് ഇന്റഗ്രൽ -π to π cos mx cos nx dx എന്തായിരിക്കും? 0. എപ്പോൾ m not equal to n. അപ്പോൾ m not equal to ആണെങ്കിൽ cos mx ഉം cos nx ഉം ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഡിഫറെന്റ് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് എന്താണ്? 0 ആയിരിക്കും, ഓർത്തോഗണൽ സിസ്റ്റം ആയതുകൊണ്ട്. അതുപോലെ ഇന്റഗ്രൽ -π to π sin mx sin nx dx equal to 0 if m not equal to n. ഇപ്പോൾ m ഉം n ഉം ഡിഫറെന്റ് ആണെങ്കിൽ sin mx ഉം sin nx ഉം ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ അതിന്റെ എന്താണ് പ്രൊഡക്റ്റിന്റെ ഇന്റഗ്രൽ ഫ്രം -π to π എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ ഇന്റഗ്രൽ -π to π cos mx sin nx dx എന്തായിരിക്കും? 0 ആയിരിക്കും എല്ലാ mn-നും. ഇപ്പം m ഈക്വൽ ടു n ആണെങ്കിലും cos mx ഉം sin mx ഉം അല്ലേ വരിക, അപ്പോഴും ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ എന്താ പറഞ്ഞത്, ഈ ട്രിഗ്നോമെട്രിക് സിസ്റ്റം 1 sin x, cos x എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് സിസ്റ്റം ഓർത്തോഗണലാണ്. എവിടെ? -π എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഓർത്തോഗണലാണ്. അതിന്റെ അർത്ഥം എന്താണ്? അതായത് ഇതിലെ ഏതെങ്കിലും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഇന്റഗ്രൽ -π to π എടുത്താൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ഇന്നർ പ്രൊഡക്റ്റ് ആണ്. ഫംഗ്ഷൻ സ്പേസിലെ ഒരു ഇന്നർ പ്രൊഡക്റ്റ് ആണ്. ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡോട്ട് പ്രൊഡക്റ്റ് പഠിച്ചിട്ടില്ലേ പ്ലെയിനിലൊക്കെ, രണ്ട് വെക്ടർ എ ഡോട്ട് ബി, രണ്ട് വെക്ടർ എന്നാൽ എ ഡോട്ട് ബി ഒക്കെ പഠിച്ചില്ലേ. അപ്പോൾ അതിന്റെ ഒരു ജനറലൈസേഷൻ ആണ് ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻസ്, അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് പറയാൻ പറ്റും. ഇപ്പോൾ ഇതിന് അനലോഗസ് ആയിട്ട് നമ്മൾ ജനറൽ സ്പേസിൽ പറയുന്ന കാര്യമാണ് ഇന്നർ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ചിരുന്നത് എന്താണ്? എ ഡോട്ട് ബി, ഇതിന്റെ എ ഡോട്ട് ബി 0 ആണെങ്കിൽ എന്താണ്? എയും ബിയും ഓർത്തോഗണലാന്ന് പഠിച്ചിരുന്നു. അതുപോലെ ഈ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഒരു എഫ് ജി ആണ്. അതായത് ഇന്റഗ്രൽ -π to π f of x g of x dx. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് 0 ആയതുകൊണ്ട് ആണ് അത് ഓർത്തോഗണൽ ആയത്. നമുക്ക് എത്രത്തോളം മനസ്സിലായെന്ന് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഡോട്ട് പ്രൊഡക്റ്റിന്റെ ഒരു ജനറലൈസേഷൻ ആണ്. നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റിന്റെ കേസിൽ അറിയാം എന്താണ്, രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ അത് ഓർത്തോഗണലായിരിക്കും എന്ന് അറിയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്നർ പ്രൊഡക്റ്റിന്റെ കേസിൽ ജനറൽ സ്പേസിൽ രണ്ട്
ഇതിപ്പോൾ ഫംഗ്ഷൻസ് സ്പേസ് ആയതുകൊണ്ട് രണ്ട് ഫംഗ്ഷൻസിന്റെ ഇന്റർ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ആ രണ്ട് ഫംഗ്ഷൻസും ഓർത്തോഗണലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഇന്റർ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഓർത്തോഗണൽ ആയതുകൊണ്ട് ആ ഇന്റഗ്രൽ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ അതാണ് മീനിങ്. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. എന്താണ് ട്രിഗ്നോമെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഈ 1 sin x cos x sin 2x cos 2x എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിനാണ് നമ്മൾ ട്രിഗ്നോമെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ പ്രോപ്പർട്ടി എന്താ, അത് -π എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഓർത്തോഗണൽ ആയിരിക്കും. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഇതിലെ രണ്ട് ഡിഫറെന്റ് ഫംഗ്ഷൻസ് എടുത്തിട്ട് അതിന്റെ പ്രോഡക്റ്റ് എടുക്കുക, എന്നിട്ട് -π to π ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇതൊരു ഇന്റർ പ്രൊഡക്റ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അത്രയും ഓർക്കേണ്ട. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും, ഈ രണ്ട് ഫംഗ്ഷൻ എടുക്കുക, അതിനെ ഡിഫറെന്റ് ഫംഗ്ഷൻ എടുക്കുക, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇന്റഗ്രേറ്റ് ഫ്രം -π to π വി വിൽ ഗെറ്റ് 0. ഓക്കെ. അപ്പോൾ ഈ പ്രോപ്പർട്ടി നമ്മൾ ഫോറിയർ സീരീസ് ഡിറൈവ് ചെയ്യാൻ ഉപയോഗിക്കും. ട്രിഗ്നോമെട്രിക് സിസ്റ്റത്തിന്റെ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി നമ്മൾ ഫോറിയർ സീരീസ് ഡിറൈവ് ചെയ്യാൻ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നോക്കാം. ഈ ഓർത്തോഗണാലിറ്റി പ്രൂവ് ചെയ്യാം. അതായത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. പ്രൂവ് ദ ഫോളോയിങ്. നമ്മൾ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ പോവാണ്. അതായത് രണ്ട് ട്രിഗ്നോമെട്രിക് സിസ്റ്റത്തിലെ രണ്ട് ഡിഫറെന്റ് ഫംഗ്ഷൻ എടുത്തിട്ട് അതിന്റെ പ്രൊഡക്റ്റ് ചെയ്തിട്ട് അതിന്റെ ഇന്റഗ്രൽ -π to π ചെയ്യുമ്പോൾ അത് 0 ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി ഒരു ജനറൽ റിസൾട്ട് ആയിട്ട് നോക്കാം. ഇന്റഗ്രൽ -π to π cos nx cos mx dx cos nx cos mx dx എന്തായിരിക്കും, ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി പ്രകാരം കാണിക്കേണ്ടത് എന്താണ്, m നോട്ട് ഈക്വൽ ടു n ആണെങ്കിൽ ഡിഫറെന്റ് ഫംഗ്ഷൻ ആവും. അപ്പോൾ എന്താണ്, 0 ആയിരിക്കും. ഇനി m ഈക്വൽ ടു n ആണെങ്കിൽ 0 ആയിരിക്കില്ല, പകരം π ആയിരിക്കും. അപ്പോൾ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇതാണ് ഓർത്തോഗണൽ പ്രോപ്പർട്ടി. m നോട്ട് ഈക്വൽ ടു n ആണെങ്കിൽ ഇന്റഗ്രൽ -π to π cos nx cos mx dx 0 ആയിരിക്കും. ഇതേ കാര്യം നമുക്ക് സൈനും പറയാം. ഇന്റഗ്രൽ -π to π sin nx sin mx dx എന്തായിരിക്കും, ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആണെങ്കിൽ എന്താണ്, അതിന്റെ പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ഇതിന്റെ പ്രൊഡക്റ്റ് 0 ആയിരിക്കും. സോ 0. ഇനി m ഈക്വൽ ടു n ആണെങ്കിൽ 0 ആവണമെന്നില്ല, അത് π ആയിരിക്കും. അതുപോലെ തേർഡ് വൺ, ഇന്റഗ്രൽ -π sin nx cos mx dx അത് 0 ആയിരിക്കും ഫോർ ഓൺ mn. അപ്പോൾ ഏത് mn എടുത്താലും എന്താണ്, m ഈക്വൽ ടു n എടുത്താൽ പോലും ഇത് രണ്ടും ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഓർത്തോഗണൽ പ്രോപ്പർട്ടി. അതായത് ഇത് നമ്മൾ അഡീഷണൽ പറയുന്നേ ഉള്ളൂ. ആ 0 ആണെന്നുള്ള കാര്യം മാത്രമാണ് ഓർത്തോഗണൽ പ്രോപ്പർട്ടി. ഓക്കെ. അപ്പോൾ നമുക്കിതൊന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഓർത്തോഗണൽ പ്രോപ്പർട്ടി ചോദിച്ചാൽ m നോട്ട് ഈക്വൽ ടു n ഈ കേസ് കാണിച്ചാൽ മതി, ഇത് കാണിക്കണമെന്നില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എന്താ കാണിക്കണ്ടേ, ആൻസർ ഇന്റഗ്രൽ -π to π cos nx cos mx dx അല്ലേ. ഓക്കെ. ഓക്കെ. അപ്പോൾ നമുക്ക് അറിയാം cos a cos b എങ്ങനെ എഴുതാൻ പറ്റും. cos a cos b നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, സമ്മായിട്ട് എഴുതണം അല്ലേ. അപ്പോൾ cos a plus b പ്ലസ് cos a minus b ഡിവൈഡഡ് ബൈ 2 ഇതാണല്ലോ cos a cos b. അപ്പോൾ നമുക്ക് അതുകൊണ്ട് എങ്ങനെ എഴുതാം, cos nx cos mx എങ്ങനെ എഴുതാം, 1/2 ഇൻറ്റു 1/2 പുറത്ത് എഴുതും cos n പ്ലസ് m അല്ലേ, nx പ്ലസ് mx cos n പ്ലസ് m x പ്ലസ് cos n മൈനസ് m x. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ഇതാണ്. നമ്മൾ ആ റിസൾട്ട് ഉപയോഗിച്ചിട്ട് ഇതിനെ സമ്മിൻ്റെ ടേംസിൽ എഴുതാം. Therefore നമുക്ക് കാണേണ്ടത് എന്താണ്, ഇന്റഗ്രൽ -π to π cos nx cos mx dx ഈക്വൽ ടു നമുക്ക് ഇന്റഗ്രൽ എഴുതാം 1/2 ഇൻറ്റു ഇന്റഗ്രൽ -π to π cos n പ്ലസ് m x dx പ്ലസ് ഇന്റഗ്രൽ -π to π cos n മൈനസ് m x dx. ഓക്കെ. ഇനി നമ്മൾ രണ്ട് കേസിൽ നോക്കാം. അപ്പോൾ n നോട്ട് ഈക്വൽ ടു m ആണെങ്കിൽ 0 ആണെന്ന് കാണിക്കണം.
അപ്പോൾ അതാണ് ഓർത്തോഗണൽ പ്രോപ്പർട്ടി. പിന്നെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ കാണിക്കേണ്ട പോലെ n ഈക്വൽ ടു m ആണെങ്കിൽ അത് പൈ ആണെന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം n നോട്ട് ഈക്വൽ ടു m നോക്കാം. അപ്പോൾ n നോട്ട് ഈക്വൽ ടു m ആകുമ്പോൾ ഇൻ്റഗ്രൽ -π ടു π cos n പ്ലസ് m എക്സ് ഡി എക്സ് എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇതിനെങ്ങനെ വരിക? കോസിൻ്റെ സൈൻ n പ്ലസ് m എക്സ് ഡിവൈഡഡ് ബൈ n പ്ലസ് m ഫ്രം -π ടു π. ഇതെന്താണ്? ഇവിടെ സൈൻ π കൊടുക്കുമ്പോൾ 0 ആണ്. സൈൻ π എപ്പോഴും 0 ആണ്. -π 0 ആണ്. അപ്പോൾ എന്ത് വരും? 1/n പ്ലസ് m പുറത്തെടുത്തു. വീണ്ടും 0 - 0 ഈക്വൽ ടു 0 അല്ലേ? അതുപോലെ തന്നെ ഇൻ്റഗ്രൽ -π ടു π കോസ് n - m എക്സ് ഡി എക്സ് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ എന്താണ്? കോസിൻ്റെ സൈൻ ആണ്. സൈൻ n - m എക്സ് ഡിവൈഡഡ് ബൈ n - m -π ടു π. അപ്പോൾ 1/n - m ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ π മൈനസ് സൈൻ -π. അപ്പോൾ എന്താണ്? 0 - 0 ഈക്വൽ ടു 0. അപ്പോൾ എന്താ കിട്ടിയത്? ഇതും 0 ആണ്, ഇതും 0 ആണ്. therefore നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ n നോട്ട് ഈക്വൽ ടു m ആണെങ്കിൽ ഇൻ്റഗ്രൽ -π ടു π കോസ് nx കോസ് mx dx ഈക്വൽ ടു 1/2 ഇൻറ്റു എന്താ? രണ്ട് ഇൻ്റഗ്രലും 0 ആണ്. അപ്പോൾ 0 കിട്ടി. എപ്പോൾ n നോട്ട് ഈക്വൽ ടു m ആകുമ്പോൾ. ഇനി n ഈക്വൽ ടു m ആകുമ്പോൾ എന്താ ചെയ്യുക? ഒന്നുകൂടെ നോക്കാം. n ഈക്വൽ ടു m സെക്കൻഡ് കേസ്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ രണ്ട് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. n ഈക്വൽ ടു m ആകുമ്പോൾ എങ്ങനെയാണ്? അപ്പോൾ n ഈക്വൽ ടു m ആകുമ്പോൾ ഇൻ്റഗ്രൽ -π ടു π കോസ് n പ്ലസ് m ഡി എക്സ് ഈക്വൽ ടു എന്താ വരും? ഇൻ്റഗ്രൽ -π ടു π n ഈക്വൽ ടു m ആകുമ്പോൾ എന്താണ്? കോസ് n ഈക്വൽ ടു m ആകുമ്പോൾ m പ്ലസ്. അപ്പോൾ 2m എക്സ് ഉണ്ട്, എക്സ് ഡി എക്സ്. ഇതെന്താ വരിക? ഇൻ്റഗ്രൽ വരുമ്പോൾ സൈൻ 2mx ഡിവൈഡഡ് ബൈ 2m ആണ് ഫ്രം -π ടു π അല്ലേ? വീണ്ടും എന്താണ്? 1/2m ഇൻറ്റു സൈൻ 2mπ മൈനസ് സൈൻ -2mπ. അപ്പോൾ 1/2m ഇൻറ്റു സൈനിൻ്റെ ഏത് മൾട്ടിപ്പിൾസ് ഓഫ് പൈയും 0 ആണ്. അപ്പോൾ 0 - 0 ഈക്വൽ ടു 0. ഇനി അടുത്തത് നോക്കാം. ഇൻ്റഗ്രൽ -π ടു π കോസ് n - m എക്സ് ഡി എക്സ്. അപ്പോൾ n ഈക്വൽ ടു m ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസ്. അപ്പോൾ കോസ് 0 വരും. കോസ് 0 എക്സ് ഉണ്ട്, 0 എക്സ് 0 തന്നെയാണ്. കോസ് 0 ഡി എക്സ്. അപ്പോൾ 1 ആണ്. എക്സ് ഫ്രം -π ടു π. അപ്പോൾ എന്താ? π മൈനസ് -π ഈക്വൽ ടു 2π. അപ്പോൾ ആ രണ്ട് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് വരും? ഇൻ്റഗ്രൽ -π ടു π കോസ് nx കോസ് mx dx ഈക്വൽ ടു 1/2 ഇൻറ്റു ഇവിടെ 0 വന്നു, ഇവിടെ 2π വന്നു. അപ്പോൾ therefore ഇൻ്റഗ്രൽ -π ടു π കോസ് nx കോസ് mx dx ഈക്വൽ ടു 1/2 ഇൻറ്റു 0 പ്ലസ് 2π ഈക്വൽ ടു π. അപ്പോൾ n ഈക്വൽ ടു m പൈ ആണ്, n നോട്ട് ഈക്വൽ ടു m 0 ആണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ -π ടു π കോസ് nx കോസ് mx dx ഈക്വൽ ടു 0 ഇഫ് m നോട്ട് ഈക്വൽ ടു n, π ഇഫ് m ഈക്വൽ ടു n. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതേ റിസൾട്ടിൽ നമുക്ക് സൈൻ nx സൈൻ mx ചെയ്യാം. എങ്ങനെയാണ്? സൈൻ എ സൈൻ ബി കിട്ടാൻ എന്താ ചെയ്യണ്ടേ? സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ഡിവൈഡ് ബൈ 2. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ എ കോസ് ബിയുടെ റിസൾട്ട് ഉപയോഗിച്ചിട്ട് ഇതും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി രണ്ടും നിങ്ങൾക്ക് തന്നെ ചെയ്യത്തല്ലേ? അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇതിനെ നമ്മൾ സമ്മായിട്ട് എഴുതാം. പ്രൊഡക്റ്റിനെ സമ്മിന് ടേംസിൽ എഴുതാം, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഓർത്തോഗണൽ പ്രോപ്പർട്ടി ഇത്രയേ ഉള്ളൂ. ട്രിഗ്നോമെട്രിക് സിസ്റ്റം ഓർത്തോഗണൽ ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ട്രിഗ്നോമെട്രിക് സിസ്റ്റത്തിലെ ഏത് രണ്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ എടുത്താലും ആ ഫംഗ്ഷൻസ് തമ്മിലുള്ള പ്രൊഡക്റ്റിൻ്റെ ഇൻ്റഗ്രൽ -π ടു π എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഇൻ്റഗ്രൽ -π ടു π കോസ് nx കോസ് mx dx ഈക്വൽ ടു 0 ആയിരിക്കും. എപ്പോൾ? m നോട്ട് ഈക്വൽ ടു n. അതുപോലെ ഇൻ്റഗ്രൽ -π ടു π സൈൻ nx സൈൻ nx ഈക്വൽ ടു 0 ഫോർ m നോട്ട് ഈക്വൽ ടു n. അതുപോലെ ഇൻ്റഗ്രൽ -π ടു π സൈൻ nx സൈൻ mx dxഉം കോസ് mx dx എന്തായിരിക്കും? 0 ഫോർ ഓൾ m ആൻഡ് n. ഇത്രയാണ് ഓർത്തോഗണാലിറ്റി കണ്ടീഷൻസ്.
അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫോറിയർ സീരീസ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോറിയർ സീരീസിലേക്ക് പോകും. ഫോറിയർ സീരീസ് എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ defined on minus pi with the period 2π. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ -π ഡിഫൈൻ ചെയ്ത ഒരു 2π പീരിയോഡിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫോറിയർ സീരീസ് ഡിഫൈൻ ചെയ്തേക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an cos nx plus bn sin nx. Let f of x be a function defined on -π with the period 2π. Then എന്താണ് the Fourier series is f of x equal to a naught plus summation n equal to 1 to infinity an cos nx plus bn sin nx. ഇതിൻ്റെ ഇനി കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. a naught എന്ന് പറഞ്ഞാൽ 1/2π ഇന്റഗ്രൽ -π to π f of x dx. അതായിരിക്കും എ നോട്ടിൻ്റെ വാല്യൂ. അതുപോലെ നമുക്ക് എ എൻ്റെ വാല്യൂ വരിക 1/π ആണ്, ഇൻ്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. അതുപോലെ തന്നെ ബി എൻ എന്തായിരിക്കും 1/π ഇൻ്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇത്രയുമാണ് ഫോറിയർ സീരീസ്. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് പീരിയോഡിക് ഇൻ ദ ഇന്റർവൽ -π. അങ്ങനെയാണെങ്കിൽ ദ ഫോറിയർ സീരീസ് ഓഫ് എഫ് ഈസ് ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an cos nx plus bn sin nx വിത്ത് കോഎഫിഷ്യൻസ് ഗിവൺ ബൈ എ നോട്ട് ഈക്വൽ ടു 1/2π ഇന്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് ഡി എക്സ്, an ഈക്വൽ ടു 1/π ഇന്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് കോസ് nx ഡി എക്സ് ആൻഡ് bn ഈക്വൽ ടു 1/π ഇന്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് സൈൻ nx ഡി എക്സ്. അപ്പോൾ എ എൻ കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, കോസ് എൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ബി എൻ കാണാൻ വേണ്ടി സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ഇവിടെ 2π ആണ്, എ എന്നും ബി എന്നും π ആയിരിക്കും. ഓക്കെ, ഇനി ഇത് ഡിറൈവ് ചെയ്യാനാണ് നമ്മൾ നേരത്തെ പഠിച്ച ഓർത്തോഗണാലിറ്റി കണ്ടീഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമുക്ക് അതിൻ്റെ നിങ്ങൾക്ക്